നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്തുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഒരു വലിയ കോഴിക്കൂട് തുറന്നു വിട്ടു. ആ കോഴിക്കൂട്ടിൽ നിന്ന് നിരവധി കോഴികൾ ചിതറിയോടി. ആ കോഴികളുടെ എല്ലാം കയ്യിൽ ഓരോ ചിത്രങ്ങളുണ്ടായിരുന്നു. ആ ചിത്രങ്ങളുമായി നഗരത്തിൻ്റെ 4 പാടേക്കും ഈ കോഴിക്കൂട്ടമെല്ലാം തെരഞ്ഞു പിടിച്ചോടി. അവരുടെ കയ്യിൽ ഒരു ചിത്രമുണ്ടായിരുന്നു, ഒരു പ്രതീകാത്മക ചിത്രം. ആ ചിത്രത്തിലെ ഫോട്ടോയിൽ എല്ലാവരും ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഇനി ഈ പറയുന്ന കോഴികൾക്ക് അബദ്ധം വല്ലതും പറ്റിയോ എന്നറിയില്ലല്ലോ. എന്നാൽ ഈ കോഴികൾ ഓടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിട്ടിരുന്ന പല ബസ്സുകളുടെയും അരികിലേക്ക് ഓടുന്നു, ചിത്രമൊട്ടിക്കുന്നു. ആ ചിത്രം കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ചിത്രമായിരുന്നു എന്ന്. പക്ഷേ ഒട്ടിച്ച കോഴി, അതായത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ ചിത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന കോഴികളുടെ ശരീരവും ബാക്കി കെ.ബി. ഗണേഷ് കുമാറിന്റെ ചിത്രവും, ഇതായിരുന്നു അവർ ഉദ്ദേശിച്ച ചിത്രം. എന്താണ് എന്ന് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കോഴികളെല്ലാം ചിതറിയോടി. എന്തുകൊണ്ടാണ് കോഴികൾ ചിതറിയോടി എന്ന് പറഞ്ഞാൽ, ഇവരുടെ തലമുതിർന്ന ഒരു കോഴി ഉണ്ടായിരുന്നു. അതിൽ ആ കോഴിക്ക് വേണ്ടി ഇവർ അടിച്ചു വെച്ചിരുന്ന ഒരു പോസ്റ്ററിൽ തല മാത്രം മാറ്റി എന്ന് മാത്രം. ഈ കോഴികളെല്ലാം കൂടെ ചിതറി ഓടിക്കോളുകയാണ്. എന്താവശ്യത്തിനാണ്? ഒരാവശ്യവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെക്കാട്ടി വലിയൊരു കോഴിയുണ്ട് അവരുടെ കൂട്ടത്തിൽ. ആ കോഴിയാകട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞ് ഒരു യുവതിയുടെ ഗർഭാശയത്തിൽ രൂപം കൊള്ളുകയും അതിന് ഭൂമിയെ ഒന്ന് കാണാനോ, അല്ലെങ്കിൽ ഭൂമിയുടെ വെളിച്ചമൊന്ന് ആസ്വദിക്കാനോ, അതിൻ്റെ ഭൂമിയുടെ ഒരു വർണ്ണത്തെ എന്തെങ്കിലും ചിന്തിക്കാനോ പോലും, അല്ലെങ്കിൽ ഒന്ന് കാണാനോ പോലും അവസരമൊരുക്കാതെ അതിനെ ഭ്രൂണത്തിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിൽ തന്നെ കൊന്നുകളഞ്ഞ ഒരു വൃത്തികെട്ട ഒരു കോഴി, ഒരു കാട്ടുകോഴി. ആ കാട്ടുകോഴിയെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ച കുറെ കോഴിക്കൂട്ടങ്ങൾ തന്നെയാണ് ഈ ദിവസം നമ്മൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്. അവരുടെ കയ്യിലാണ് ഈ പോസ്റ്റർ പതിച്ചുകൊണ്ട് ചതറി ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവര്. കാര്യം എന്താണ്? ഇവിടെ കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ ഭാര്യ ഒരു പരാതി പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വാളകത്തുള്ള അദ്ദേഹത്തിന്റെ ഏറെ കാലമായിട്ട് ഈ ഭാര്യ ഇദ്ദേഹത്തിൽ നിന്ന് അകന്നു കഴിയുകയാണ്. അവരുടെ ആ ഭാര്യ എന്ന് പറയുന്നത് അവരുടെ ബിന്ദു മേനോൻ, അവരുടെ അമ്മയുടെയും ഒപ്പം അവർ കഴിയുകയാണ്, സഹോദരിയുടെ ഒപ്പം കഴിയുകയാണ്. അവർ തിരികെ വാളകത്തെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഈ പറയുന്ന പ്രസ്തുത വ്യക്തി അവിടെ ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന, ഒരിക്കൽ പോലും കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കണ്ടു അത്രേ. അതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോഴിക്കൂട്ടങ്ങൾ ഈ പോസ്റ്ററും കൊണ്ട് ഓടി എന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്ത് കാര്യത്തിനാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇവർ കാണിക്കുന്നത്? അവർ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, KSRTC ബസ്സിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പോൾ പരസ്യം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ആ മുഖ്യമന്ത്രിയുടെ പടത്തിന് മുകളിൽ കൊണ്ടുവന്ന് ഫോട്ടോ ഒട്ടിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇതിനും മാത്രം എന്തിരിക്കുന്നു ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ? നിങ്ങൾക്ക് പുട്ടടിക്കാൻ സമയമായെങ്കിൽ, അതായത് നിങ്ങളുടെ പ്രവർത്തകർക്ക് പരിക്ക് പറ്റി അതിൻ്റെ പേരിൽ പണം പിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആയിക്കോ, ഞങ്ങൾക്ക് ആർക്കും അല്ലെങ്കിൽ ഒരു തടസ്സവും ഞങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടിക്കോ. ഇവിടെ കേരളമല്ലേ, നിങ്ങൾ നടത്തിക്കോ, നിങ്ങൾക്കും അവകാശമുണ്ട്. ഈ 10 വർഷത്തിനകത്ത് ഇവർ ചെയ്തിട്ടുള്ള ആകപ്പാട പ്രവർത്തികൾ എന്ന് പറഞ്ഞ് ഇതുപോലെ സമരം ചെയ്യുക. ആ സമരം ചെയ്യുമ്പോൾ പോലീസുകാരുടെ തല്ലും ഇടിയും കൊണ്ടിട്ട് കുറച്ച് പേർക്ക് പരിക്ക് പറ്റും, ഇവരെ ആശുപത്രി കൊണ്ടിടുക. എന്നിട്ട് ഈ പരിക്ക് പറ്റിയവർക്ക് ചികിത്സാ ധനസഹായം എന്ന് പറഞ്ഞിട്ട് വ്യാപകമായി പിരിവ് നടത്തുക. ഈ പണം കുറച്ച് പേര് വെട്ടിക്കുക. ഇതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പരിപാടി, അല്ല വേറൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, മന്ത്രി, അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ ഒരു പരാതി ഉയർത്തി. അതെല്ലാം ഒത്തീർപ്പായി പോയി എന്നുള്ള അവിടെ നിൽക്കട്ടെ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിക്കെതിരായി ഇന്ന് നിലവിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇട്ട് കേസ് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. കെ.ബി. ഗണേഷ് കുമാറിനെ ഏതെങ്കിലും ഒരു ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു പെണ്ണ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്ന നിലവിലത്തെ മന്ത്രി പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട്, ഭ്രൂണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കെ.ബി. ഗണേഷ് കുമാറിനെ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണോ? അല്ല. ഇനി മറ്റൊരു കാര്യം കൂടി, ഇങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഗണേഷ് കുമാർ ഏതെങ്കിലും ഈ പറയുന്ന ഇരകളിൽ ഒരാളെ വിളിച്ച് വാട്സാപ്പിൽ കോൾ ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും കോടതിയിൽ ഈ ഗണേഷ് കുമാറിനെതിരായി കേസുകൾ വല്ലതും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പെണ്ണ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രായ്ക്ക് രാമായണം ഓഫീസും പൂട്ടി ഈ കെ.ബി. ഗണേഷ് കുമാർ നാട് വിട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് തേങ്ങയാണ്, എന്ത് വാഴയ്ക്കാണ് കെ.ബി. ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ള തെറ്റ്? അദ്ദേഹത്തിന്റെ ഇതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച്
അതിൽ നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു യുവതിയുമായി അവിടെ ഒരു അവിഹിത ബന്ധം ഉണ്ടായോ ഇല്ലയോ ആ കാര്യത്തിലൊന്നും യാതൊരു വ്യക്തതയും ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടില്ല. യാതൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പരാതിക്കാരി പോലും ഇല്ല. അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതിക്കാരി രംഗത്തേക്ക് വന്നിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു, ഞങ്ങൾ ഒത്തീർപ്പാക്കി, ഇനി ഇത് പൊതുമധ്യത്തിലിട്ട് വലിച്ചു കീറരുത് എന്നുള്ള കാര്യം ബിന്ദു മേനോൻ പറയുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അങ്ങനെ ഒരു ചിത്രം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും അവർ പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്തു. അപ്പൊ ഗണേഷ് കുമാർ ഇങ്ങനെ ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതിന് പ്രത്യക്ഷത്തിൽ യാതൊരു തെളിവുകളുമില്ല. പിന്നെ എന്തിന്റെ പുറത്താണ് ഗണേഷ് കുമാറിനെതിരായി ഇപ്പൊ ഈ യൂത്തന്മാര് കോഴികൾ സമരം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതേസമയം ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു തലമുതിർന്ന കോഴി കഴിഞ്ഞ ദിവസം പുറത്തേക്കിറങ്ങി, തോട് പൊട്ടിച്ചിറങ്ങി, അല്ലെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തേക്കിറങ്ങി, മാളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതുകൊണ്ട് ഗുണവധികാരം നടത്തുകയാണ്, ഉപദേശം നടത്തുകയാണ്, സ്ത്രീ സുരക്ഷയെപ്പറ്റി വാദോരാതെ സംസാരിക്കുകയാണ്. അവനെ ചോദ്യം ചെയ്യാനോ അത്തരമൊരു നേതാവിനെ കൈകാര്യം ചെയ്യാനോ അത്തരമൊരു നേതാവിനെ അകറ്റി നിർത്താനോ കോൺഗ്രസിൽ പോലും ഇല്ലാത്ത ആ ഒരു നേതാവിനെതിരെ സമരം ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ യൂത്തന്മാർക്ക് തണ്ടലിന് പവറില്ല. അത് തന്നെ കാര്യം. നട്ടല്ലില്ല. ചുരുക്കി പറയും, നട്ടലിന് കരുത്തില്ലെന്ന് മാത്രമല്ല, നട്ടല്ലേ ഇല്ല. അങ്ങനെ നട്ടലുണ്ടായിരുന്നേ തീർച്ചയായിട്ടും ഇവരോട് പറഞ്ഞു, ഗോബായ്ക്ക് പറഞ്ഞേനെ, മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തൻ്റെ ഇടമുള്ള യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പറഞ്ഞേനെ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ എന്തിന്റെ പുറത്താണ് ഈ വന്ന് സംസാരിക്കുന്നത് ചോദിച്ചേനെ. നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ആരുമല്ല, കോൺഗ്രസിന്റെ നേതാവല്ല, പിന്നെ എന്തിനു വന്ന് ഇന്ന് തിളയ്ക്കുന്നു? കോൺഗ്രസിന്റെ നേതാവല്ല എന്ന് കോൺഗ്രസ്സുകാർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടിയെടുക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കഴിയണം. അതിനുള്ള നട്ടല് കൂടി ഉണ്ടാവണം. അതില്ലല്ലോ. പിന്നെ എന്തിനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് വെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ട് ഇതിനെ കാണാൻ കഴിയൂ. ഈ പറയുന്ന ഭ്രൂണഹത്യ ഇപ്പോഴും നിലനിൽക്കുന്ന കേസല്ലേ ഭ്രൂണഹത്യ. ഈ പറയുന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ചു ഇപ്പോഴും നിലനിൽക്കുന്ന കേസല്ലേ. കോടതിയിൽ ഈ ജാമ്യം കൊടുക്കരുത്, അല്ലെ ജാമ്യം കൊടുത്ത നടപടിക്കെതിരായി ജാമ്യം നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു അതിജീവിത കോടതിയിൽ പോയിട്ടുണ്ട്. 10ലധികം പെണ്ണുങ്ങൾ സ്ത്രീപീഡന കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഇതിൽ പല കേസുകളും കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം അറിയാമായിരുന്നു, കോൺഗ്രസിലുള്ള. ഇതെല്ലാം നിലവിൽ ഇത്രയും അധികം കേസുകൾ, 10 കേസുകൾ കൂടുതൽ ഉണ്ടായിട്ടും അതിലൊരു പോക്സോ കേസും ഉൾപ്പെടെ കേസുകൾ ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ ഒരു MP-യുടെ മകൾ പോലും ഇതിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനാൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഇവനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുകയാണ് യൂത്തന്മാർ. ഇവനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എണ്ണവും ഇപ്പോൾ പോസ്റ്റർ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക. സത്യത്തിൽ KV ഗണേഷ് കുമാറിന്റെ ഫോട്ടോയ്ക്ക് പകരം സത്യത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത് നിങ്ങളുടെ നേതാവിൻ്റെ തന്നെ ആയിരുന്നേ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ തന്നെ. ആപ്റ്റ്, കറക്റ്റ്, അതായിരുന്നു നിങ്ങൾ കൊണ്ടുവന്ന് ഒട്ടിക്കേണ്ടത്. അതിനൊരു വ്യാപക പ്രചരണം കൊടുക്കൂ. സ്ത്രീ സുരക്ഷയെ പറ്റി പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളുടെ തനിക്കൊണം പൊതുജനം അറിഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച അല്ലെങ്കിൽ പ്രതികരിച്ച വനിതാ നേതാക്കന്മാർ പഞ്ചപുച്ഛം അടക്കി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് സഹിതം മുക്കി നാട് വിട്ടിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇവിടെയാണോ, ഈ യൂത്ത് കോൺഗ്രസിലാണോ നിങ്ങൾ സ്ത്രീ സുരക്ഷ ഉണ്ടാക്കുന്നത്? ഇവിടെ നമുക്കറിയാം, ഉമാ തോമസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ ഭാര്യ, അവരെ പോലും അവരൊരു അപകടമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപകടം കഴിഞ്ഞിരിക്കുന്ന ആ നേതാവിനെ പോലും ഇവർ ഈ കളവി അങ്ങ് ചത്താ മതിയായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് പോകുന്നില്ലേ നിങ്ങളുടെ ഈ പറയുന്ന സ്ത്രീ സുരക്ഷയും സ്ത്രീ സ്നേഹവും? ആരെയെല്ലാം തെരുവിലിട്ട് അധിക്ഷേപിച്ചു നിങ്ങളുടെ നേതാക്കൾ, ബിന്ദു കൃഷ്ണയ്ക്കടക്കം എത്ര പേരെ തെരുവിലിട്ട് അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പറയണം ഞങ്ങൾ സ്ത്രീപക്ഷ ചിന്തകരാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? യൂത്ത് കോൺഗ്രസേ, ഉളുപ്പുണ്ടോ? എന്നിട്ടും ഈ രാഹുലിനെ വെള്ള പൂശാൻ വേണ്ടി നടക്കുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ? സത്യത്തിൽ ഇവിടെ ഒരു കേസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് പോലും ഗണേഷ് കുമാറിനെതിരായിട്ടില്ല. നിലവിലൊരു കേസില്ല. ഒരു പെണ്ണും ഗണേഷ് കുമാറിനെതിരെ പരാതി കൊടുത്തിട്ടില്ല. എന്നാൽ കോൺഗ്രസിലേക്ക് നോക്കൂ, ഏറ്റവും പ്രധാനിയായി നിൽക്കുന്ന നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു MLA ഈ പറയുന്ന പോലെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് നിൽക്കുന്നതിൻ്റെ ചിത്രം പുറത്തു വന്നു. എന്തൊരു നാണം കെട്ട പരിപാടിയാണെന്നേ. എന്നിട്ട് അവനെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ലല്ലോ യൂത്തന്മാർക്ക്. നാണമുണ്ടോ? നാണമുണ്ടോ? എന്നാൽ നിങ്ങൾ പറയുമായിരിക്കും ഞങ്ങളുടെ നേതാവാണെന്ന്. എന്തെങ്കിലും ചോദിച്ചാൽ പറയും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയും. അപ്പം നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരം ചെയ്യുന്നേ, സമരം ചെയ്യൂ. കാര്യം കേസുകൾ ഇഷ്ടം പോലെ, എമ്പാടും കേസുകൾ കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ല ഗണേഷ് കുമാറിനെതിരെ പോസ്റ്റർ ഒട്ടിക്കാനും തെരുവിൽ പോകാനും പോയിട്ട് ഒരു കാര്യമില്ല. രാജിവെക്കില്ല എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഇല്ല, അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹത്തിനെതിരായ ഒരു കേസ് പോലും നിലവിലില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ ഈ പോസ്റ്ററുമായിട്ട് ഇറങ്ങിക്കോളൂ, പോയി അടൂരോ അല്ലെങ്കിൽ പാലക്കാടോ കൊണ്ടുപോയി ഒട്ടിച്ച് വലിയ വ്യാപകമായ പ്രചരണം നടത്തിക്കോളൂ. അതൊക്കെയാണ് ഇനി യൂത്തന്മാർക്ക് പറ്റിയ പരിപാടി. കാര്യം വേണ്ടത്ര കേസുകൾ നിങ്ങൾക്കുണ്ട്. പെരുമ്പാവൂർ പോയി എൽദോസ് കുന്നപ്പള്ളിയുടെ പടം വെച്ച്, കോഴിയുടെ പടം വെച്ച് അടിച്ചോളൂ. കാര്യം കേസുണ്ടായിരുന്നല്ലോ. കോവളത്ത് പോയിട്ട് വിൻസെന്റിന്റെ പടം വെച്ച് നിങ്ങൾ പോസ്റ്റ് അടിച്ച് ചിലവാക്കിക്കോളൂ. അവിടെയുണ്ടല്ലോ, കേസുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം വേറെ ഇനി പാലക്കാട് മണ്ണാർക്കാട് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോളൂ. അവിടെ പി കെ ശശി ഉണ്ടല്ലോ, നിങ്ങൾ വിട്ടോളൂ. വിമതനായ നിപ്പുണ്ടല്ലോ, നിങ്ങൾ പൊയ്ക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ. അല്ലാതെ ഇവിടെ കൊണ്ട് നിമ്മാരി നാണം കെട്ട നാടകം കളിക്കരുത്. നട്ടലില്ലെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.